ഈ പുതിയ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട മലയാള പുസ്തകത്തിന്റെ പേര് അറിയാലോ? റാം കെയർ ഓഫ് ആനന്ദി എന്നാണ് പുസ്തകത്തിന്റെ പേര്. ആ പയ്യനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ പയ്യൻ എന്നൊക്കെ പറഞ്ഞ് ക്ഷമിക്കണം കേട്ടോ, മലയാളത്തിലെ വലിയ ഓതറാണ് അദ്ദേഹം. DC ബുക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയി. എഴുത്തുകാരനാവാൻ വേണ്ടി തലകുത്തി മറിഞ്ഞ് കഷ്ടപ്പെട്ട് അമ്മയുടെ കെട്ടുതാലി പണയം വെച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ തലയിൽ കൊണ്ടുനടന്ന് വിറ്റ് കഷ്ടപ്പെട്ട് എഴുത്തുകാരനായതാ. പക്ഷേ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ABC വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അല്ല മോനെ ഇതിൽ എന്താണ് പ്രമേയം? നേരത്തെ ശിവൻ ചോദിച്ച ചോദ്യമാണ്, എന്താ മോനെ പ്രമേയം? അത് മാഷ് വായിച്ചില്ലേ? വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ആത്യന്തികമായി പ്രമേയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കൻ കലാപമാണല്ലോ. ഞാൻ ചോദിച്ചു, മോനെ 2 പുസ്തകങ്ങൾ വായിച്ചൊരു മലയാളിക്ക് നീ എന്താണ് പുതുതായിട്ട് പറയാൻ പോണത്? അതേതാ മാഷെ 2 പുസ്തകം? അപ്പൊ ഞാൻ പറഞ്ഞു, സുഗന്ധി ആണ്ടാൾ ദേവനായകം എന്ന ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകം വായിച്ചവർക്ക് എന്തെങ്കിലും ഇതിൽ പുതുതായിട്ടുണ്ടോ? വേണ്ട. ചോര കിനിയുന്ന ദ്വീപുകൾ എന്ന അനിതാ പ്രതാപിന്റെ പുസ്തകം വായിച്ചവർക്ക്, യാത്രാ വിവരണം വായിച്ചവർക്ക് പോലും ഈ പുസ്തകത്തിൽ എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ആ കുട്ടി പറഞ്ഞ ഉത്തരം കേട്ടാ മതി മാഷെ, ഇത് ബേസിക് റീഡിംഗ് ഉള്ളവർക്കുള്ളതല്ല, ബേസ്ലെസ് റീഡേഴ്സിനുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന സംസ്കാരം ഒന്നും അവർക്ക് വേണ്ടാന്നേ, ഇത് വിറ്റുപോയാൽ മതി. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കുട്ടികൾ വായിച്ച് ചരിത്രത്തിന്റെ ഏതെങ്കിലും ചവറ്റുകൊട്ടയിൽ അവർ അറിയാതെ എന്നതുപോലെ നടിച്ച് മറന്നു വെച്ച് പോകേണ്ട സാധനങ്ങൾ അങ്ങനെ പൊയ്ക്കോളും. അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട. പക്ഷെ ബാക്കിയാവുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ ചേർത്ത് പറയട്ടെ. ടീച്ചർ MT വാസുദേവൻ നായരെ വിമർശിച്ച കാലത്ത് ടീച്ചർക്ക് വലിയ വിമർശനങ്ങൾ വന്നില്ലേ? വലിയ ഭീഷണി വന്നില്ലേ? MT വാസുദേവൻ നായരെ അടപടലം ആക്രമിച്ചുകൊണ്ട് 2 പെണ്ണെഴുത്തുകാർ എഴുതിയില്ലേ പുസ്തകം MT സ്പേസ്? അവർ വാഴ്ത്തപ്പെടുകയല്ലേ? മലയാളത്തിൽ ഇന്നത്തെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് ആരാ? അവർ 2 പേരുവാ. ദീദി ദാമോദരൻ ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ തൊട്ടടുത്ത എന്റെ വീടിനടുത്താ ജോലി ചെയ്യുന്നത്. T ദാമോദരന്റെ മോളാണ് ദീദി ദാമോദരനും ലക്ഷ്മിക്കുട്ടിയും. മഹാബിംബങ്ങൾ തകർന്നു പോകുന്ന കാലത്ത് തകരണ്ടേ? നമുക്ക് പേടിയായിരുന്നു, മടിയായിരുന്നു. ഈ പറഞ്ഞ മീഡിയ മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലായിരുന്നു, മാതൃഭൂമി അദ്ദേഹത്തിന്റെ തലയിലായിരുന്നു. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന C രാധാകൃഷ്ണൻ സാറ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, MT വാസുദേവൻ നായർ പത്രാധിപരായിരിക്കുമ്പോ എന്തോ അദ്ദേഹം 40 കൊല്ലത്തിന്റെ ഒരു കണക്ക് പറഞ്ഞു. 40 കൊല്ലക്കാലം എന്റെ ഒരു ചെറുകഥ പോലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടില്ല. അങ്ങനെ എഴുത്തുകാരൻ എന്ത് വിളിക്കണം? ഞാൻ OV വിജയൻ സാറിനെ എനിക്ക് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എന്നറിയോ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ കോഴിക്കോട്ട് ഞാനന്ന് മലബാർ പാലസിൽ പോയി കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എല്ലാം പറഞ്ഞ കൂട്ടത്തില് വളരെ മന്ത്രമധുരമായിട്ടാണല്ലോ സംസാരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ ജ്ഞാനപീഠത്തിലൊന്നും സാറ് വന്നില്ല? ഒറ്റ വരിയിലാണ് ഉത്തരം, വളരെ സൗമ്യമായിട്ടാണ് ഉത്തരം. അത് വാസുവിന് തോന്നി ഞാൻ യോഗ്യനല്ല. ജ്ഞാനപീഠത്തിന്റെ കമ്മിറ്റിയിലെ മലയാളത്തെ പ്രതിനിധീകരിച്ച് MT വാസുദേവൻ നായർ ഇരിക്കുമ്പോൾ മലയാളത്തിൽ നിന്നൊരു പുസ്തകം വന്നു. ആ പുസ്തകത്തിന് ജ്ഞാനപീഠം കൊടുത്തില്ല. OV വിജയന്റെ പുസ്തകമായിരുന്നു എന്നുള്ളതാണ് കാരണം. അന്ന് ഇന്ദിരാ ഗോസ്വാമിക്കോ മറ്റേ കൊടുത്തു അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെയാണ് എഴുത്തുകാർ. ഈ മാതിരി ബിംബങ്ങളെ മരണത്തിന് ശേഷമെങ്കിലും ആക്രമിക്കാൻ ആളുണ്ടാവണം, തകർക്കാൻ ആളുണ്ടാവണം. ഉണ്ട് എന്നത് പുതിയ കാലത്തിന്റെ പ്രവണതയാണ് സാർ ടീച്ചറെ. അത് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പോകേണ്ടത് പോയിക്കോളും, വരേണ്ടത് വന്നോളും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ ശരിയാണ്. ബോധപൂർവമായ ഇടപെടലുകൾ ഈ രചനാമണ്ഡലത്തിൽ നടത്താൻ തപസ്യക്ക് എന്തുമാത്രം കഴിയുമോ എന്ന് വെച്ചാൽ ഈ അനുഭവത്തിന്റെ മൂല്യം, ഈ മണ്ണിന്റെ പുണ്യം, ഒപ്പം മാനവികതയുടെ മഹാകാശം, ദൈവത്തെക്കാളും മഹത്തരമാണ് മനുഷ്യന്റെ മനസ്സ്. അതാണല്ലോ ഗീത ചിന്ത. അത് പറഞ്ഞതിനാണ് എന്റെ നേരെ. ഞാനിപ്പോ ഇത് കേട്ട് ശീലിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വരാത്ത പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ, പ്രപഞ്ചസാരം മുഴുവൻ ശിഷ്യനോട് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അർജുന പറയേണ്ടത് മുഴുവൻ ഞാൻ പറഞ്ഞു തന്നു, കേട്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു, അതുപോലെ അനുസരിച്ച് ജീവിച്ചോണം, അല്ലെങ്കിൽ സ്വർഗം നരകം എന്നല്ല. കമ്പോട് കമ്പ് ഞാൻ പറഞ്ഞു തന്നതിനെ വിമർശിച്ചു കൊള്ളുക, അല്ലെ? വിമർശയിത തശേഷേണ. എന്നിട്ടോ അവസാനം നിനക്ക് എന്താണോ ബോധ്യം വരുന്നത് അത് ചെയ്തോടാ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെക്കാൾ മഹത്തരമാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് തീരുമാനിക്കുന്ന ഒരു ദർശനമുണ്ടല്ലോ, ഭാരതത്തിന്റെ ദർശനം. ഈ ദർശനം അങ്ങനെ തോറ്റുപോകുമെന്ന് വിചാരിക്കേണ്ടതില്ല. അത് പുതിയ പുതിയ വഴികളിലൂടെ പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കും. ഒറ്റ വാക്കുകൂടി ഓർത്തിരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോയി കണ്ട ഒരു വലിയ മനുഷ്യന്റെ പേര് ശ്രീധർ വെമ്പൂന്ന. സോഹോ ഇൻകോർപ്പറേഷൻ അറിയാലോ? സോഹോ. ചൈനയിൽ മുഴുവൻ സോഹോ സോഹോ എന്ന് മുദ്രാവാക്യം വിളിക്കുക. ലോകം മുഴുവൻ ആ പാട്ട് പാടുക. എന്ന് വെച്ചാൽ ലോകത്തിന്റെ ശക്തി ടെക്നോളജി ആണെങ്കിൽ ആ ടെക്നോളജിയുടെ ആചാര്യനായി ലോകം മുഴുവൻ വാഴ്ത്തുന്ന ഒരാൾ ഈ കൊല്ലത്ത് നിന്നാണ് കടന്നാൽ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലുണ്ട്. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സിലിക്കൺ വാലിയിൽ നിന്നില്ല, അവിടുത്തെ പ്രോഡക്റ്റാ. അവിടെ നിന്നില്ല. എന്റെ ഭാരതാംബ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നയാളാ.
ടെക്നോളജിയുടെ ഇന്ത്യൻ സാന്നിധ്യം ഒരു ബേജാറും വേണ്ട. സ്വാമി വിവേകാനന്ദൻ പോയല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പുതിയ വിവേകാനന്ദന്മാർ വന്നുകൊണ്ടേയിരിക്കും. പുതിയ ടെക്നോളജിയിലെ ഗുരുക്കന്മാർ വന്നുകൊണ്ടിരിക്കും. ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇന്ത്യൻനെസ് വിശ്വാസം അർപ്പിക്കുന്നത്. അത് എന്ന് മാത്രമേ പറഞ്ഞുകൊള്ളുന്നു. തീർച്ചയായിട്ടും ഈ ചർച്ച വളരെ വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തപസ്യക്ക് ഈ ഒരു ലാൻഡേണുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.